കഴിഞ്ഞ വീഡിയോയിൽ ഇതൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു ചെറിയ ഒരു തടസ്സം ഉണ്ടായി കേട്ടോ. അതുകൊണ്ട് നമുക്ക് 5ഉം 6ഉം ഒറ്റ വീഡിയോയിൽ ഇപ്പോൾ ചെയ്തേക്കാം. എ ടി വി മാനുഫാക്ചറർ ഡിസൈഡഡ് ടു റെഡ്യൂസ് ദ പ്രൈസ് ബൈ 5% ഫ്രം ദ നെക്സ്റ്റ് മന്ത്. വാട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് ടി വി വിച്ച് കോസ്റ്റ് 45,000 rupees നൗ? 45,000 രൂപയാണ് ഈ മാസം ടി വിയുടെ വില. ആ മാനുഫാക്ചർ എന്ത് തീരുമാനം എടുത്തു? അടുത്ത മാസം 5% റെഡ്യൂസ് എന്ന് വെച്ചാൽ കുറച്ച് വിൽക്കുക. 45,000ൻ്റെ 5% എത്രയാണോ അത് നമ്മൾ കുറച്ച് വിൽക്കുക എന്ന് തീരുമാനമെടുക്കുന്നു എങ്കിൽ വാട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് ദ ടി വി? അടുത്ത മാസം ടി വിയുടെ വില എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് ടി വി എന്ന് പറയുന്നത് 45,000 ആണ്. ഏത്? ഈ മാസം. നെക്സ്റ്റ് മന്ത് നമ്മൾ റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 5% ഓഫ് 45,000. 45,000ൻ്റെ 5% റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ 45,000-നകത്ത് എത്ര 100 ഉണ്ടെന്ന് നോക്കണ്ടേ. സോ 45,000 is 450 times 100. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 450നെ 5 കൊണ്ട് ഗുണിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ 450നെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുമ്പം 2250 കിട്ടും. ഈ തുക നമ്മൾ എന്തിൽ നിന്ന് മൈനസ് ചെയ്യണം? 45,000 നിന്ന് മൈനസ് ചെയ്യണം. സോ ദ ഒറിജിനൽ പ്രൈസ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഇത്രയും കുറച്ചല്ലേ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ 45,000 മൈനസ് 2,250. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 42,750 എന്ന് കിട്ടും. ഓക്കെ. ഇത് കുറച്ചും കൂടി എളുപ്പമാർഗ്ഗമുണ്ട് കേട്ടോ. അടുത്ത സെക്ഷൻ പോകുമ്പോൾ അത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. 5th ക്വസ്റ്റ്യൻ റെഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻക്രീസ് ചെയ്യുന്ന കേസാണ് കേട്ടോ. എ കാർ മാനുഫാക്ചറർ ഡിസൈഡഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് ബൈ 2% ഫ്രം ദ നെക്സ്റ്റ് മന്ത്. വാട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് ദ കാർ വിച്ച് കോസ്റ്റ് 5,60,000 rupees നൗ? ഇപ്പോൾ 5,60,000 രൂപ വിലയുള്ള ഒരു കാറ് അടുത്ത മാസം 2% കൂട്ടി വിൽക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അടുത്ത മാസം വിൽക്കുന്ന കാറിൻ്റെ വില എന്ത്? കോസ്റ്റ് ഓഫ് കാർ ഇക്വൽ ടു എത്രയാണ്? 5,60,000 അല്ലേ? ഇൻക്രീസ് ദ പ്രൈസ് ഈസ് ഈക്വൽ ടു എന്താണ്? 2% ഓഫ് 5,60,000. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5,60,000-നകത്ത് എത്ര 100 ഉണ്ടെന്നല്ലേ നോക്കുന്നു. സോ ഈ 100 വരെയുള്ളത് വിട്ടിട്ട് ബാക്കിയുള്ളത് അത്രയും വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ നമ്പറിനെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 5600 ഇൻറ്റു 2. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഈ 56 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 2 12, റിമൈൻഡർ 1, 5 2s are 10, 112 വരും കേട്ടോ. 112 11,200. സോ 11,200 rupees കൂട്ടി വിൽക്കാനാണ് അയാൾ തീരുമാനിച്ചത്. സോ ദ ആക്ച്വൽ പ്രൈസ് ഓഫ് കോസ്റ്റ് ഓഫ് കാർ ഇൻ ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം. നെക്സ്റ്റ് ഇയർ ആണോ? സോറി, നെക്സ്റ്റ് മന്ത് അല്ലേ? അടുത്ത മാസം മുതൽ അയാൾ കൂട്ടി വിൽക്കും. നെക്സ്റ്റ് മന്ത് ഈക്വൽ ടു 5,60,000ൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം? 11,200 കൂടി ആഡ് ചെയ്താണ് നമ്മളത് വിൽക്കുന്നത്. 0.02175 5,71,200. ഇതായിരിക്കും കാറിൻ്റെ അടുത്ത മാസത്തെ വില.